ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കയ്യാങ്കളി മുറുകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന 2 യോഗങ്ങളിലും ബസ് സ്റ്റാൻഡ് നിർമ്മാണം നഗരസഭ ചർച്ച ചെയ്യുന്നില്ല. സെക്രട്ടറിയുടെ മേൽ കുറ്റം ചാർത്തി രക്ഷപ്പെടുകയാണ് നഗരസഭ. നഗരസഭയിലെ നിലച്ച ബസ് സ്റ്റാൻഡ് നിർമ്മാണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് 17 പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകി. 25 വർഷമായി നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതി എല്ലാ കുറ്റവും സെക്രട്ടറിയിൽ ചാർത്തി ചെയർപേഴ്സൺ സുനിത ഇറങ്ങിപ്പോവുകയായിരുന്നു. LDF ഭരണസമിതിയോടൊപ്പം നിന്ന് നഗരസഭയെ 3 വർഷം 1ാം സ്ഥാനത്ത് എത്തിച്ച സെക്രട്ടറി അഭിലാഷിനെയാണ് ഇപ്പോൾ നഗരസഭ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത്. തുടർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാഗ്വാദവും ഉന്തും തള്ളുമായി. അധികം വിശദീകരിക്കാൻ നിൽക്കാതെ യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് ചെയർപേഴ്സണും ഇറങ്ങിപ്പോയി. പത്ത് മാസമായി നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നിലച്ചിട്ട് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. 5 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. നഗരസഭയിൽ ഒരു പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നില്ല. സെക്രട്ടറിയെ കുറ്റപ്പെടുത്തി ഭരണത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് LDF ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭയിലെ LDF ഭരണസ്തംഭനം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. ജനം, ഗുരുവായൂർ.